നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ 1-2 പ്രാവശ്യം ചെയ്ത സബ്ജക്റ്റ് തന്നെയാണ്, എങ്കിലും ധാരാളം ആൾക്കാർ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ചന്ദ്രനിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അത് ഒന്നുകൂടി കുറച്ചുകൂടി വിശദമായിട്ട് ഒരു കോൺവെർസേഷണൽ മോഡിൽ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ മകളാണ് ഭവ്യ. അവൾ കോയമ്പത്തൂർ അമൃത വിശ്വവിദ്യാലയത്തിൽ MSc പഠിക്കുന്നു. ഫിസിക്സാണ് സബ്ജക്റ്റ്. അവൾക്കും ഇതേ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്തവണ വീഡിയോ ഇങ്ങനെ ചെയ്യാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ നിൻ്റെ പ്രശ്നം? എനിക്ക് കുറച്ച് ഡൗട്ടുണ്ട്. ശരിക്കും നമ്മളെ അമേരിക്ക പറ്റിച്ചതല്ലേ? എന്ത്? ചന്ദ്രനില് ആൾക്കാർ ചെന്നിട്ടുണ്ടെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ടെക്നോളജിന്ന് ഒരു 19 വർഷം മുന്നേ, ഇപ്പോഴത്തെ ടെക്നോളജിന്ന് എത്രയോ പിന്നിലാണല്ലോ 19 വർഷം മുന്നേ ഉള്ള ടെക്നോളജി എന്ന് പറയുന്നത്. ആ ഒരു കാലത്ത് ഇത്രയും വലിയൊരു റോക്കറ്റ് ലോഞ്ച് ചെയ്ത് ഇവിടുന്ന് മൂണിൽ എത്തിക്കുക, ആൾക്കാരെ എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് എനിക്കെന്തോ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, ശരിയാണ്. നമുക്ക് തോന്നുന്നൊരു സംശയമാണത്. കാര്യം ഇപ്പോഴും ചന്ദ്രനിൽ പോകാൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അവിടെ ഒരു സാധനം ലാൻഡ് ചെയ്യിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ 19 വർഷം മുമ്പ് എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളതല്ലേ. നോക്ക്, ഈ പണ്ട് കാലത്ത് പലതും ചെയ്തിട്ടുണ്ട്. ഇപ്പം 10-ാം നൂറ്റാണ്ടിലാണ് ഇവിടുത്തെ തമിഴ്നാട്ടിലെ ബൃഹദേശ്വര ക്ഷേത്രം പണിഞ്ഞത്. അതിൻ്റെ ഗോപുരത്തിന്, ശ്രീകോവിലിൻ്റെ ആ ആ വിമാനം എന്ന് പറയും, അതിൻ്റെ ആ ശ്രീകോവിലിന്, അതിന് ഏകദേശം 10-30 മീറ്ററോളം ഉയരമുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ പണിഞ്ഞതാണത്. എത്രയോ കാലങ്ങൾ, നൂറ്റാണ്ടുകളോളം അതായിരുന്നു ഏറ്റവും ഹൈറ്റ് കൂടിയ, ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ കെട്ടിടം. ചൈനയിലെ വൻമതിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിഞ്ഞതാണ്. പിന്നീട് അതുപോലൊന്നും പണിഞ്ഞില്ല. ആ കാലത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഈജിപ്തിലെ പിരമിഡ് ഏത് കാലത്തെ ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പണിഞ്ഞതാണത്. അതുകൊണ്ട് കാലം കുറച്ച് പുറകിലാണ്. ടെക്നോളജി ഇന്നത്തെ പോലെ ടെക്നോളജി ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇതൊന്നും പല കാര്യങ്ങളും സാധിക്കില്ലായിരുന്നു എന്നർത്ഥമില്ല. പിന്നെ എന്തുകൊണ്ട് എങ്ങനെ മനുഷ്യർ പോയി എന്നുള്ളത്, അന്നത്തെ കാലത്ത് ഒരു കാര്യം ഓർക്കണം. 1957 ആധുനിക ബഹിരാകാശ യുഗം തുടങ്ങുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹിരാകാശ ഗവേഷണമൊക്കെ അതിന് മുമ്പുണ്ടായിരുന്നു. ആദ്യത്തെ സാറ്റലൈറ്റ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, കൃത്രിമോപഗ്രഹം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത് 1957 അത് സോവിയറ്റ് യൂണിയനിലാണ്. അങ്ങനെ അവിടെ മുതലാണ് പുതിയ ഒരു ഏറ സ്റ്റാർട്ട് ചെയ്യുന്നത്, പുതിയൊരു കാലഘട്ടം തുടങ്ങുന്നത്. ശരിക്കും മനുഷ്യൻ ബഹിരാകാശത്തിനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നത്. ആദ്യ നേട്ടങ്ങളെല്ലാം സോവിയറ്റ് യൂണിയന് തന്നെയായിരുന്നു. അന്ന് വേറൊരു കാര്യങ്ങളുണ്ടായിരുന്നു. ഈ കോൾഡ് വാർ അഥവാ ശീതയുദ്ധത്തിൻ്റെ കാലമായിരുന്നു അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പം ഈ ലോകത്ത് പ്രധാനപ്പെട്ട 2 വൻശക്തികളുണ്ടായി. ഏതൊക്കെയാണ്? ഒന്ന് അമേരിക്കയും മറ്റൊന്ന് സോവിയറ്റ് യൂണിയനും. അപ്പോൾ ലോകത്തിലെ ഏതാണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ 2 രാജ്യങ്ങളുടെ പുറകിലായിട്ട് അങ്ങ് നിന്ന് കോൾഡ് വാർ എന്നാണ് പറയുന്നത്. ഒരു ഫിസിക്കൽ വാർ അല്ല, ശീതയുദ്ധം എന്നാണ് പറയുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരസ്പരം മുൻപിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം. അത് ഡിഫൻസിലായാലും ശരി, ബഹിരാകാശത്തായാലും ശരി, സ്പോർട്സിലായാലും ശരി, എല്ലാ മേഖലകളിലും. അപ്പം അതിനു വേണ്ടിയിട്ട് ഇവരുടെ ഈ ഇരു കൂട്ടരുടെയും ഈ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി, ടെക്നോളജിക്കൽ കമ്മ്യൂണിറ്റി എന്നും വളരെ വലിയ അത്യുധാനം ചെയ്തതാണ്. അവർ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് അതേപോലെ ചെയ്യണം, അങ്ങനെ അതിൻ്റെ മേളിലെത്തണം, ഇങ്ങനെ പോയി. അതുകൊണ്ടാണ് ശരിക്കും ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സ്പേസ് എക്സ്പ്ലോറേഷനും ഉണ്ടായത്. അതിലൊക്കെ ആദ്യം മുന്നിലെത്തിയത് മുഴുവനും സോവിയറ്റ് യൂണിയനാണ്. അവരാണ് ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത്, ആദ്യമായിട്ട് മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ചത്, ആദ്യത്തെ ലേഡിയെ ബഹിരാകാശത്തെത്തിച്ചത്, ആദ്യമായിട്ട് സ്പേസ് വോക്ക് നടത്തിയത്, ആദ്യമായിട്ട് മൂണിലേക്ക്, ചന്ദ്രനിലേക്ക് ഒരു സ്പേസ് ക്രാഫ്റ്റ് അയച്ചത്,
ആദ്യമായിട്ടൊരു സ്പേസ് ക്രാഫ്റ്റ് അയച്ച് തിരിച്ചു കൊണ്ടുവന്നത് ഇതെല്ലാം സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഘട്ടങ്ങൾ കംപ്ലീറ്റ് സോവിയറ്റ് യൂണിയൻ ഒരുപാട് മുന്നേറി. അപ്പോഴേക്ക് അമേരിക്കയിലെ ജനങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം, നമ്മളെ കൊണ്ടത് സാധിക്കുന്നില്ലല്ലോ, അവർ അങ്ങ് അടിച്ച് കയറുകയാണല്ലോ. അപ്പം അവിടുത്തെ ജനങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ പ്രസിഡൻ്റ് 1961 ജോൺ എഫ് കെന്നഡി ഒരു വലിയ പ്രഖ്യാപനം നടത്തി. അടുത്ത 10 വർഷത്തിനുള്ളിൽ, അതായത് 1970 മുൻപ് ഒരു അമേരിക്കക്കാരനെ ചന്ദ്രനിലെത്തിച്ച് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്ത് അമേരിക്കയിൽ ആദ്യത്തെ അമേരിക്കക്കാരൻ ബഹിരാകാശത്ത് എത്തിയിട്ടില്ല, അവർക്കൊരു ക്രെഡിബിൾ റോക്കറ്റില്ല, ഇതൊന്നുമില്ലാതെ തന്നെയാണ് അദ്ദേഹം ഇത് പ്രഖ്യാപിക്കുന്നത്. കാര്യം അവിടുത്തെ അവരുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ് അങ്ങ് വിശ്വസിച്ചുണ്ട്. അങ്ങനെ പോകാൻ പറ്റില്ലയോ ഒന്നും ഉറപ്പൊന്നുമില്ല, പക്ഷേ ഇത് സാധിക്കും, നമുക്ക് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസിൻ്റെ അകത്ത് അവിടുത്തെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയെയും നാസയെയും ഒക്കെ അങ്ങ് വിശ്വാസത്തിലെടുത്ത് സർക്കാർ നിങ്ങളുടെ പുറകിലുണ്ട്, നമുക്കിത് സാധിക്കണം എന്ന അങ്ങനൊരു പൊതുവികാരം അമേരിക്കയിലുണ്ടായി. പിന്നീട് അവരുടെ മുഴുവൻ ബജറ്റും അവരുടെ കംപ്ലീറ്റ് സപ്പോർട്ടും എഫേർട്ടും മുഴുവനും ഈ പ്രോജക്റ്റ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടായി. അങ്ങനെയാണ് അപ്പോളോ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ടാകുന്നത്. ആ അപ്പോളോ പ്രോജക്റ്റ് ഉണ്ടായി. അപ്പോളോ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വരെ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റ് സാറ്റേൺ 5 ഉണ്ടാക്കുന്നത്. 110 മീറ്ററായിരുന്നു അതിൻ്റെ ഹൈറ്റ്. 110 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നില്ല, ഒരു 36 നിലയുള്ള കെട്ടിടത്തിൻ്റെ ഹൈറ്റ്. ആ റോക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈ ക്രയോജനിക് എഞ്ചിൻ, ഇപ്പോൾ അറിയാമല്ലോ ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കുന്നത്. കാര്യം ഈ സ്പേസ് ക്രാഫ്റ്റിന് 40 ടണ്ണ് വെയിറ്റ് ഉണ്ട്. അതിനെ അങ്ങോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ റോക്കറ്റ് വേണം. ഇതെല്ലാം അവരുണ്ടാക്കി. അപ്പോളോ 1 മുതൽ അപ്പോളോ 10 വരെ അവർ വിവിധ ട്രയലുകൾ നടത്തി. അപ്പോളോ ഫസ്റ്റ് ഒരു വലിയ ഡിസാസ്റ്ററായിരുന്നു. അതിൻ്റെ ആ ലോഞ്ച് പാഡിൽ തന്നെ ആ റോക്കറ്റ് പൊട്ടിത്തെറിച്ച് അതിൻ്റെ അകത്തുണ്ടായിരുന്ന 3 ആസ്ട്രോനോട്ട്സും മരിച്ചുപോയി. പിന്നെ 2ഉം 3ഉം അവർ നടത്തിയില്ല. അപ്പോളോ 4 മുതൽ 5, 6, 7, 8, 9, 10 കാര്യം ഒരുപാട് ട്രയലുകൾ ചെയ്യണമല്ലോ. ഇത് ഡോക്കിങ്, അൺഡോക്കിങ്, ഈ 10 വരെ ട്രയൽസാണ് നടന്നത്. മുഴുവൻ ട്രയൽസാണ്. 10 അവർ മൂണിൻ്റെ അടുത്ത് വരെ എത്തി, 15 കിലോമീറ്റർ വരെ അടുത്തെത്തി തിരിച്ചു പോന്നു. കാര്യം ഇറങ്ങുന്നതിന് മുമ്പ്, അവിടെ ചെല്ലുന്നതിന് മുമ്പ് എല്ലാം ട്രയൽ ആൻഡ് എറർ നടത്തി ഉറപ്പാക്കണമല്ലോ. പല ടെക്നോളജികൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. അതെല്ലാം ചെയ്ത് ഇതിന് ശേഷമാണ് അപ്പോളോ 11 നീൽ ആംസ്ട്രോങ്ങും ബസ് ആൾഡ്രിനും മൈക്കൽ കോളിൻസും മൂണിലേക്ക് പോകുന്നത്. അപ്പം ഇത്രയും സമയമുണ്ട്. 1969, 70 മുമ്പ് തന്നെ അവരത് സാധിച്ചു. പക്ഷേ അത് കാണാൻ ജോൺ എഫ് കെന്നഡി ഉണ്ടായിരുന്നില്ല. ജോൺ എഫ് കെന്നഡി അതിനു മുമ്പ് ജോൺ എഫ് കെന്നഡിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇതാണ് അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി എന്താ? അപ്പൊ അച്ഛൻ പറഞ്ഞാൽ അവരവിടെ എന്താ പറയുക, ഇപ്പൊ ഈ 3 പേര് സുരക്ഷിതമായിട്ട് അവരവിടെ എത്തി. ഇത്രയും ട്രയൽസ് ആൻഡ് എറർ കൂടെ നടന്ന് അവരവിടെ എത്തി. പക്ഷേ ഈ അവിടെ എത്തിയ ഇത് പോയ പോലെ തന്നെ അവർ വളരെ സുരക്ഷിതമായിട്ട് അവർ തിരിച്ചു വരണല്ലോ. ഇവിടുന്ന് പോയ സമയത്ത് ഇത്രയും ട്രയൽസ് ആൻഡ് എറർ നടത്തി, അല്ലെങ്കിൽ ഇത്രയും ഒരു ക്രൂ നടന്ന് വളരെ ചെക്ക് ചെയ്തും ഇതൊക്കെ നടത്തിയിട്ടാണ് അവരെ അങ്ങോട്ട് അയച്ചത്. ഇവരിങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ ഒരു ക്രൂ ഇല്ല, അല്ലെങ്കിൽ എങ്ങനെയാ ഒന്നും അറിയില്ല. അതായത് ഇപ്പം നീ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതായത് ഇവിടുന്ന് പോകുമ്പോൾ ഈ പറഞ്ഞ സാറ്റേൺ റോക്കറ്റ് പോലെ 110 മീറ്റർ ഉയരമുള്ള റോക്കറ്റ്, ഇത്രയും വലിയ സംവിധാനങ്ങൾ, ഭൂമിയിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ സപ്പോർട്ട്, അതേപോലെ അങ്ങനെ ഇതെല്ലാം ഉണ്ട്. അപ്പം ഇവിടുന്ന് ലോഞ്ച് ചെയ്ത് അവിടെ എത്താൻ ഇത്രയും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് തിരിച്ചു വരാനും ഇതൊക്കെ വേണ്ടേ എന്നല്ലേ ചോദിക്കുന്നത്. ഇത്രയും സേഫ് ആണോ ഒന്നും അറിയില്ലല്ലോ, അതാണല്ലോ ചോദ്യം. അപ്പോൾ അതെങ്ങനെ സാധിച്ചു എന്നല്ലേ ചോദിക്കുന്നത്. പറയാം. നോക്ക്, നമ്മുടെ എർത്തിൻ്റെ, ഭൂമിയുടെ ഈ അന്തരീക്ഷത്തിന് പുറത്ത് സ്പേസിലേക്ക് എത്താൻ ഒരു ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ട്. ഓർബിറ്റൽ വെലോസിറ്റി അച്ചീവ് ചെയ്യണം. നമ്മളിപ്പോൾ റോക്കറ്റ് ലോഞ്ച് ചെയ്ത് അതിൻ്റെ സ്പീഡ് ക്രമേണ കൂട്ടി ഓർബിറ്റൽ വെലോസിറ്റി, അതായത് ഏകദേശം ഒരു സെക്കൻഡിൽ ഒരു 8.5-9 കിലോമീറ്റർ എന്നുള്ള അവസ്ഥയിൽ എത്തിയാൽ മാത്രമേ ആ വെലോസിറ്റി കൈവരിച്ചാൽ മാത്രമേ, അച്ചീവ് ചെയ്താൽ മാത്രമേ ഭൂമിയെ ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ്
ഭൂമിയെ ചുറ്റുകയുള്ളൂ. അവിടുന്ന് വീണ്ടും ഫോഴ്സ് പ്രയോഗിച്ചാലേ വിട്ടുപോവുകയുള്ളൂ, ഭൂമിയുടെ ഇതിൽ നിന്ന് പോവുള്ളൂ. അതായത് അത് എസ്കേപ്പ് വെലോസിറ്റി എന്നാണ് പറയുന്നത്. 11.5 km/s ആണത്. ഭൂമിക്ക് വലിയൊരു ഗ്രാവിറ്റി ഉണ്ട്, അറിയാമല്ലോ. എത്രയാണ് ഭൂമിയുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? 9.8 m/s². യെസ്, 9.8 m/s². അതായത് ഭൂമിയിലേക്ക് ഫ്രീ ആയിട്ട് വീഴുന്ന ഒരു വസ്തു ഓരോ സെക്കൻഡിലും 9.8 m/s വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അതാണ് ആക്സിലറേഷൻ. മൂണിൻ്റെ കാര്യം എടുക്കാം. മൂണിന്, ചന്ദ്രന് ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ 1/6 ഉള്ളൂ. ഭൂമിയുടെ 4/1 അതിന് സൈസുള്ളൂ, മാസുള്ളൂ. ഗ്രാവിറ്റിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൻ്റെ ഗ്രാവിറ്റിയുടെ 1/6 ഉള്ളൂ ചന്ദ്രനിൽ. തീരെയില്ല, കുറവാണ്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, നല്ല ഗ്രാവിറ്റി തന്നെയുണ്ട്. ഭൂമിയുടെ ഇതിനെക്കാട്ടിൽ വളരെ കുറവാണ്. ഇപ്പോൾ ഭൂമി നമ്മൾ ഇവിടെ നിന്ന് നിപ്പിൽ ഒന്ന് ചാടിക്കഴിഞ്ഞാൽ 1 മീറ്റർ ഹൈറ്റ് നമുക്ക് ചാടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതേ ചാട്ടം നമ്മൾ ചന്ദ്രനിൽ ചാടിക്കഴിഞ്ഞാൽ ഒരു 5 മീറ്റർ ചാടാൻ പറ്റും. മനസ്സിലായോ? അതാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ചന്ദ്രൻ്റെ ഓർബിറ്റൽ വെലോസിറ്റിയും വളരെ കുറവായിരിക്കുമല്ലോ, എസ്കേപ്പ് വെലോസിറ്റിയും വളരെ കുറവായിരിക്കുമല്ലോ ഭൂമിയെ അപേക്ഷിച്ച്. ഭൂമിയിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ്, ഇത്രയും മാസമുള്ളൊരു സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്ത് ഓർബിറ്റിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ, ഇത്രയും വലിയ റോക്കറ്റും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ചന്ദ്രനിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അത്രയിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ആ ഒരു എഞ്ചിൻ എങ്ങനെയെന്ന് വെച്ചാൽ പറയാം. ഈ അപ്പോളോ സ്പേസ് ക്രാഫ്റ്റ്, ആ അപ്പോളോ സ്പേസ് ക്രാഫ്റ്റിന് 3 ഭാഗമാണുള്ളത്. ഒന്ന് കമാൻഡ് മൊഡ്യൂൾ, ഒന്ന് സർവീസ് മൊഡ്യൂൾ, മറ്റൊന്ന് ലൂണാർ മൊഡ്യൂൾ. പറഞ്ഞുതരാം. ഈ കമാൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ക്രാഫ്റ്റിൻ്റെ ഭാഗമാണ് അത്. അതിൻ്റെ അകത്താണ് ഈ 3 യാത്രക്കാരും ഇരിക്കുക എപ്പോഴും. ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് കമാൻഡ് മൊഡ്യൂൾ, കമാൻഡ് ചെയ്യാനുള്ള എപ്പോഴും എല്ലാം അതിൻ്റെ അകത്തായിരിക്കും. സർവീസ് മൊഡ്യൂൾ അതിൻ്റെ പുറകിൽ വലിയ ഡ്രമ്മിൻ്റെ ഷേപ്പിലുള്ള ഒരെണ്ണമുണ്ട്, അതാണ് സർവീസ് മൊഡ്യൂൾ. ഈ സർവീസ് മൊഡ്യൂളിൻ്റെ അകത്താണ് ഈ ഇവിടേക്ക് ആവശ്യം ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ, ഇവർക്കുള്ള ഫുഡ്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം ആ സർവീസ് മൊഡ്യൂൾ. അത് പേര് തന്നെ പറഞ്ഞില്ല, സർവീസ് മൊഡ്യൂൾ. അതേപോലെയാണ് ലൂണാർ മൊഡ്യൂൾ. ആ ലൂണാർ മൊഡ്യൂളിലാണ് എവിടേക്ക് ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നതും തിരിച്ചു വരുന്നതുമെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ഈ 3 പാർട്ടാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ മൂണിൻ്റെ ഇവിടുന്ന് ട്രാൻസ്ലൂണാർ ഓർബിറ്റിൽ കയറി 3 ദിവസം കഴിഞ്ഞ് മൂണിൻ്റെ ഓർബിറ്റിലെത്തി, ചന്ദ്രൻ്റെ ഓർബിറ്റിലെത്തി. അവിടെ വെച്ച് ഈ യാത്രക്കാരിൽ 2 പേര് ഈ ലൂണാർ മൊഡ്യൂളിൻ്റെ ഉള്ളിലേക്ക് കയറും. എന്നിട്ട് ഇതങ്ങ് അൺഡോക്ക് ചെയ്യും. അൺഡോക്ക് ചെയ്തിട്ട് ആ ലൂണാർ മൊഡ്യൂൾ, അത് 4 കാലുള്ളതാണ്, അത് ചെന്ന് ഇങ്ങനെ ചിലന്തിയുടെ ഷേപ്പാണ്, അത് ചെന്ന് മുകളിലിറങ്ങും. ആ സമയത്ത് സർവീസ് മൊഡ്യൂളും കമാൻഡ് മൊഡ്യൂളും കൂടെ ചേർന്ന ഭാഗം ചന്ദ്രനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അതിൻ്റെ അകത്ത് ഒരാളുണ്ടാവും, ഒരാൾ അതിൻ്റെ അകത്തുണ്ട്. പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് മൈക്കൽ കോളിൻസ് അതിൻ്റെ അകത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ഈ ബസ് ആൾഡ്രിനും നീൽ ആംസ്ട്രോങ്ങും താഴേക്ക് ഇറങ്ങി. അങ്ങനെ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, കല്ലും മണ്ണും ഒക്കെ എടുത്തു. എല്ലാം കഴിഞ്ഞ് അവിടെ കുറച്ച് ഇൻസ്ട്രുമെൻസൊക്കെ അവിടെ സ്ഥാപിച്ചു. അതിനുശേഷം ഇവർ തിരിച്ച് ഈ ലൂണാർ മൊഡ്യൂളിലേക്ക് കയറും. ഈ ലൂണാർ മൊഡ്യൂളിനും 2 ഭാഗമുണ്ട്. ഇത് ഇറങ്ങുന്നത് എങ്ങനെയാണെന്നും കൂടെ പറയാം. ഇപ്പോൾ ഭൂമിയിൽ എങ്ങനെ ഇറങ്ങുന്ന പാരച്യൂട്ട് വഴി ഇറങ്ങാം, പക്ഷേ ചന്ദ്രനിൽ പാരച്യൂട്ട് വഴി ഇറങ്ങാൻ പറ്റില്ല. എന്താ കാര്യം? ഗ്രാവിറ്റി, എയറില്ല. പാരച്യൂട്ട് വഴി ഇറങ്ങാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? എയർ ഉള്ളത് കൊണ്ടാണ്. അവിടെ എയർ ഇല്ല. അവിടെ പാരച്യൂട്ട് വിടർന്നാൽ ഇത് ചക്ക വെട്ടിയിട്ട പോലെ താഴെ വീണ് തീർന്നു പോകും. അപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ, ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ താഴെ ഒരു എൻജിനുണ്ട്, ലൂണാർ മൊഡ്യൂൾ. ആ എൻജിൻ ഓപ്പോസിറ്റിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ, മനസ്സിലായല്ലോ, ഓപ്പോസിറ്റിൽ ത്രസ്റ്റ് കൊടുത്ത് പതുക്കെയാണ് ഇറങ്ങുക. അവിടെ അതേ പറ്റുള്ളൂ അവിടെ. അപ്പം അത് കഴിഞ്ഞു, അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവർ തിരിച്ച് ക്രാഫ്റ്റിൻ്റെ അകത്ത് കയറി കഴിയുമ്പം ഇതിന് 2 ഭാഗമുണ്ട് ഈ ലൂണാർ മൊഡ്യൂളിന്. ആ കാലൊക്കെയുള്ള ഭാഗം, പിന്നെ ഇവരിയ്ക്കുന്ന ഭാഗം, അങ്ങനെ 2 പാർട്ടായിട്ടാണ്. ഈ ഇവരിയ്ക്കുന്ന പാർട്ടുണ്ടല്ലോ, അവിടെയും ഉണ്ട് ഒരു റോക്കറ്റ് എഞ്ചിനുണ്ട്. ഈ ഭാഗം മാത്രം ഈ പറഞ്ഞ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് ലിഫ്റ്റ് ചെയ്യും. അവിടെ അത് മതി, വലിയ റോക്കറ്റിൻ്റെ ആവശ്യമില്ല.
ഇവിടെ ഭൂമി റോക്കറ്റിൻ്റെ ആവശ്യമുള്ളത് ഒന്ന് ഭൂമിയുടെ വളരെ വലിയ ഗ്രാവിറ്റി, പിന്നൊന്ന് എയറിൻ്റെ റെസിസ്റ്റൻസ്. ഇത് രണ്ടും കടന്നിട്ട് വേണം ഇവിടുന്ന് മൂണിലെത്താൻ, നമ്മുടെ ഓർബിറ്റിലെത്താൻ. മൂണിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1/6 ഉള്ളൂ. എയർ എന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പം വളരെ കുറച്ച് എനർജി മതി. അതുമല്ല, ഇവിടുന്ന് ലോഞ്ച് ചെയ്യുന്നത് 40 ടണ്ണുള്ള ക്രാഫ്റ്റാണ്. അവിടെ ആ 3-4 ടണ്ണേ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അവർക്ക് മാത്രം കയറിയാൽ മതിയല്ലോ. അതുകൊണ്ട് അതിനാവശ്യമായ ഒരു റോക്കറ്റ് എഞ്ചിനും അതിൻ്റെ ഫ്യൂലും അതിലുണ്ട്, അത് മതി. അങ്ങനെ അവരവിടുന്ന് ലിഫ്റ്റ് ഓഫ് ചെയ്ത് മുകളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, മറ്റേത് ഏതാണ് കമാൻഡ് മൊഡ്യൂളും സർവീസ് മൊഡ്യൂളുടെ ചേർന്ന ഭാഗം, അതുമായിട്ട് വന്ന് ഇത് ഡോക്ക് ചെയ്തിട്ട് ഈ ആൾക്കാരെല്ലാം തിരിച്ച് ഈ കമാൻഡ് മൊഡ്യൂളിൽ കയറും. എന്നിട്ട് ഈ ഭാഗം അവിടെ ചന്ദ്രൻ്റെ ഓർബിറ്റിൽ ഉപേക്ഷിക്കും. മറ്റേ സാധനം ആദ്യം അതിൻ്റെ കാലൊക്കെയുള്ള ഭാഗം ചന്ദ്രനിൽ ഉപേക്ഷിക്കും. അവിടെ ചന്ദ്രൻ്റെ മണ്ണിൽ അത് അവിടെ കിടക്കും, അതിനൊന്നും സംഭവിക്കില്ല. അത് എത്രയോ കാലങ്ങൾ, മില്യൺസ് ഓഫ് ഇയേഴ്സ് അത് അങ്ങനെ തന്നെ അവിടെ കിടന്നോളും. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവരിതിൻ്റെ അത് തിരിച്ചു കയറി കഴിയുമ്പം ഈ സർവീസ് മൊഡ്യൂളിൻ്റെ പുറകിൽ വലിയൊരു റോക്കറ്റ് നോസിൽ റോക്കറ്റ് എഞ്ചിനുണ്ട്. മനസ്സിലായോ? ആ റോക്കറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യിച്ച് ഈ ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിൽ നിന്ന് ഇത് എസ്കേപ്പായി തിരിച്ച് ഭൂമിയിലേക്ക് വരും. തിരിച്ച് ഭൂമിയിൽ മൂന്ന് ദിവസം കഴിയുമ്പം ഭൂമിയുടെ ഓർബിറ്റിലെത്തും. ഭൂമിയുടെ ഓർബിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സമയമായി കഴിഞ്ഞാൽ അപ്പം കമാൻഡ് മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും മാത്രമേ അതിൻ്റെ അത് ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം കളഞ്ഞു. ആ സർവീസ് മൊഡ്യൂൾ എന്ന് പറയുന്ന വലിയൊരു ഭാഗമുണ്ട്, അതിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഡ്രമ്മുകൾ, അതും സ്പേസിൽ ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് അവരിയ്ക്കുന്ന ആ ഒരു ചെറിയ ക്യാപ്സൂളുണ്ട്, അത് മാത്രമേ തിരിച്ച് ലാൻഡ് ചെയ്യുള്ളൂ ഭൂമിയിലേക്ക്. അത് അതിനുശേഷമാണത്. അപ്പം തിരിച്ചിങ്ങോട്ട് കയറുമ്പം വലിയ ചൂടുണ്ടാവും, 2000-2500 ഡിഗ്രിയൊക്കെ ചൂടുണ്ടാവും, എയറുമായിട്ടുള്ള ഫ്രിക്ഷൻ കാരണം. അപ്പം അത് എന്നിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള തെർമൽ കവറിങ് ഈ പാർട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇരിക്കുന്ന പാർട്ടിൽ. ബാക്കിയുള്ള സാധനം ഏതെങ്കിലും ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കത്തിപ്പോവും. ഇത് മാത്രം. എന്നിട്ട് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരച്യൂട്ട് വിടർന്ന് നേരെ കടലിലേക്കാണ് ഇറങ്ങുന്നത്. ഇങ്ങനെ ഇതാണ് അതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം എങ്ങനെയാണ് പോകുന്നതെന്നും വരുന്നതെന്നും മനസ്സിലായല്ലോ. ഇനി എന്താ അവിടെ പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം അച്ഛൻ പറഞ്ഞില്ലേ, അവര് ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും. അപ്പൊ ഈ അമേരിക്ക പോയ സമയത്ത് ഏത് കൺട്രി ആണെങ്കിലും അവരവിടെ കൊടി കുത്തി വെക്കുമല്ലോ. ഈ കൊടി കുത്തി വെക്കുന്ന സമയത്ത് കൊടി ഇങ്ങനെ നിവർന്ന് നിൽക്കും അവിടെ, കാരണം അവിടെ എയർ ഇല്ലല്ലോ. അപ്പം ഒന്ന് അതിനെ ഇതാക്കാൻ എങ്ങനെയാ, എനിക്കത് ഭയങ്കര അത്ഭുതമുള്ള കാര്യം, എങ്ങനെയാ നിൽക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം അവിടെ കാറ്റില്ല, അവിടെ എയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ കാറ്റില്ല. അപ്പം എങ്ങനെയാണ് ഈ കൊടി പറന്ന് നിൽക്കുന്ന മാതിരി നിൽക്കുന്നത്, അല്ലേ? ഓക്കെ, അവിടെ അവർക്കറിയാം, പോകുന്നവർക്കറിയാം എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയാം. അപ്പോൾ എന്താ പറഞ്ഞില്ല, ആ കൊടി സാധാരണ നമ്മുടെ കൊടി കിട്ടുന്ന പോലെ ഒരു ഫ്ലാഗ് പോസ്റ്റ് അല്ല ചെയ്യുന്നത്. ആ പോസ്റ്റ് ഇതാ ഇങ്ങനെ ഇരിക്കും, എൽ ഷേപ്പിൽ. എല്ല് തിരിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതായത് ഇങ്ങനെ കുത്തി നിർത്തും. എന്നിട്ട് ഇങ്ങനെയാണ് നിൽക്കുക അതിൻ്റെ പോൾസ്. എന്നിട്ട് ഈ കൊടി ഇതാ ഇങ്ങനെ ഇങ്ങോട്ട്, ഇപ്പം ഇതെന്ന് പറഞ്ഞല്ലേ ഇരിക്കുന്നേ. ഇങ്ങനെ കാറ്റ് ഒന്നും വേണ്ട, ഇതിനൊന്നും വേണ്ട. അവർ കൈകൊണ്ട് തട്ടുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ആടും. മനസ്സിലായോ? പിന്നെ ഇത് തിരിച്ച് പോരുന്ന സമയത്ത് ആ സമയത്ത് ഒരു എക്സോസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ എക്സോസ്റ്റ് ഇതിലേക്ക് അടിച്ച് ഇത് അതാണ് സംഭവം. സിമ്പിൾ ലോജിക്. പക്ഷേ സംഗതി ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എനിക്ക് ഈ എന്താ പറയാ, ഈ വാൻ അലൻ ബെൽറ്റ് അങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ബെൽറ്റ് ഇത് എന്താ പറയാ, ഇത് ഭൂമി, എനിക്കൊന്ന് ഭൂമിന്ന് കുറച്ച് ദൂരമായിട്ടാണല്ലോ ഈ വാൻ അലൻ ബെൽറ്റ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി നോക്കിയ സമയത്ത് ഇവര് പറയുന്നു അതിൻ്റെ അകത്ത് ഭയങ്കര 2 ഷെല്ലോ 2 ലെയർ ഉണ്ട്, ഒന്നില് ഹൈ എനർജി ഒക്കെ ഉണ്ട്. അപ്പം ഇതെങ്ങനെയാ, ഇത് കടന്നു പോവാൻ അവർ എക്സ്ട്രാ വല്ലതും എടുക്കുന്നുണ്ടോ റോക്കറ്റ്? നമ്മുടെ എർത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് പല ലെയറുകളായിട്ടാണ് കിടക്കുന്നത്. നമ്മളിപ്പം ഈ ജീവിക്കുന്നത് ഏറ്റവും ലോ ലെയറിലുള്ളത്
ട്രോപ്പോസ്ഫിയറാണ്. ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്, എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത് ഒക്കെ ഈ ഇതിലാണ്. ഇതിൻ്റെ മുകളിൽ അടുത്ത സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഓസോണോസ്ഫിയർ ഉണ്ട്. അങ്ങനെ പല ലെയറുകളായിട്ടാണ് എർത്ത് അറ്റ്മോസ്ഫിയർ കിടക്കുന്നത്. സാധാരണഗതിയിൽ ഈ എയറിൻ്റെ പ്രസൻസ് ഒരു 100 കിലോമീറ്ററിൽ അങ്ങ് തീരും. അതായത് എയർ എന്ന് പറഞ്ഞാൽ ഗ്യാസസ് അല്ല, എല്ലാം ഓക്സിജൻ, നൈട്രജൻ അല്ല. അതിനാണ് കാർബൺ ലൈൻ എന്ന് പറയുന്നത്. അതിന് പുറത്തുള്ള ഉള്ള ഏരിയയാണ് സാധാരണഗതി സ്പേസ്, ബഹിരാകാശം എന്ന് പറയുന്നത്. പക്ഷേ ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു 50,000 കിലോമീറ്റർ വരെയൊക്കെ ഉണ്ട്. ഗ്യാസ് അതിൻ്റെ ഇതില്ല എന്നുള്ളതല്ലോ, വളരെ പ്രസൻസാണ്. അതിൻ്റെ ഒരു ലെയറാണ് ഈ പറഞ്ഞ വാൻ ബെൽറ്റ് എന്ന് പറയുന്നത്. അത് ഇതാണ് അയണോസ്ഫിയർ എന്ന് പറയുന്ന ഒരു മേഖലയാണ്. അയൺസ് അവിടെ ഉള്ളത് അയോൺസ് ആണ്. അയൺ അല്ല, അയോൺ. വാട്ട് ഈസ് അയോൺ? അയോൺ എന്ന് പറഞ്ഞാൽ ചാർജുള്ള പാർട്ടിക്കിൾ. അതായത് ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ അയോൺ, അതായത് ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പോസിറ്റീവ് ചാർജല്ലേ ഉണ്ടാവുക. അങ്ങനെയുള്ള അയോൺസ് ആണ് അവിടെ ഉണ്ട്. അയോണിൻ്റെ ഒരു ബെൽറ്റാണത്. അല്ലേ, ഇപ്പം ഈ അയോൺ എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്നതാണ്. സൂര്യനിൽ പ്ലാസ്മയാണല്ലോ. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ വേർപെട്ട് അയോണും വേറെ കിടക്കുന്നതാണ്. അവിടെ ഉണ്ടാകുന്ന പല ടർബുലൻസും അതേപോലെയുള്ള പല ഫിനോമിനൻ കാരണം അവിടുന്ന് ഈ സോളാർ വിൻഡ് ഉണ്ടാവും. ഈ സോളാർ വിൻഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കും. ഈ അയോൺസാണ് ഈ വരുന്നത്. ആ അയോൺ കാരണമാണ് ഈ നോർത്തേൺ ലൈറ്റ്സ്, സതേൺ ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവുന്ന അറോറ ഓസ്ട്രാലിസ്, അറോറ ലൈറ്റ്സ് ഈ ഫിൻലാൻഡിലും ഒക്കെ കാണുന്ന സാധനം. അപ്പം ഈ അയോൺസ് ഇവിടെ വന്ന് ഈ ഒരു ഏരിയയിൽ അതിങ്ങനെ ഒരു ബെൽറ്റായിട്ട് കിടക്കും. കാര്യം എർത്തിന് മാഗ്നറ്റിക് പവർ ഉണ്ടല്ലോ, ഇല്ലേ? അപ്പം ഒരു ചാർജ് പാർട്ടിക്കിൾ എപ്പോഴും ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇൻഫ്ലുവൻസ് ആവുമല്ലോ. അങ്ങനെ ഇൻഫ്ലുവൻസ് ആയി കിടക്കുന്ന ഒരു ഏരിയയാണത്. അവിടെ കുറേ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, പ്രോട്ടോൺസ്. അതൊരു മതിലൊന്നുമല്ല, അത് കടന്നു പോകാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സാറ്റലൈറ്റുകൾ, ഇപ്പോൾ ഇൻസാറ്റുകൾ, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളൊക്കെ ഈ 37,000 കിലോമീറ്റർ മുകളിലാണ് നിൽക്കുന്നത്. ആ സാറ്റലൈറ്റൊക്കെ ഈ വാനൽ ബെൽറ്റ് കടന്നാണ് പോകുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഈ GPS ഇല്ലേ, അമേരിക്കയുടെയാണ് GPS-ൻ്റെ സാറ്റലൈറ്റുകൾ. ആ GPS സാറ്റലൈറ്റുകളൊക്കെ ആയതുകൊണ്ട് 14 to 20,000 കിലോമീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അത് വാനൽ ബെൽറ്റിൻ്റെ ഉള്ളിലാണ് പലപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വാനൽ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 4 കിലോ ഭാരമുള്ള പേര് കേട്ട് നമ്മൾ ഞെട്ടുമൊന്നും വേണ്ട. അതത്രയേ ഉള്ളൂ. അങ്ങനെ പല ഏരിയയിലും ഉണ്ട് സ്പേസ്, പല ഏരിയയുണ്ട് സ്പേസിൽ. ഓക്കെ. പിന്നെ അച്ഛൻ പറഞ്ഞില്ലേ, ഇത് തുടങ്ങി ഇപ്പം ഈ സ്പേസിലേക്കും മനുഷ്യരെ അയച്ചതിന്റെ കാരണം തന്നെ സോവിയറ്റ് യൂണിയനും അമേരിക്ക തമ്മിലുള്ള യുദ്ധമല്ല, അവരുടെ ഇത് കാരണമാണ്, മത്സരം കാരണം. അപ്പൊ അതിനുശേഷം സോവിയറ്റ് യൂണിയനോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളൊന്നും ഇതിനു വേണ്ടി ശ്രമിച്ചില്ലേ, പോവാനോ ഒന്നും? അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവർ തമ്മിലുള്ള മത്സരം. ആദ്യം ആര് മൂണിലെത്താൻ പോകുന്നു എന്നുള്ളതായിരുന്നു പ്രധാന മത്സരം. അതിൻ്റെ അകത്ത് അമേരിക്ക വിജയിച്ചു. അമേരിക്ക ജയിച്ചു. അതിൽ എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അത് സാധിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സാറ്റേൺ 5 എന്ന് പറഞ്ഞ റോക്കറ്റും ആ റോക്കറ്റിൽ ഉപയോഗിച്ചിരുന്ന ക്രയോജനിക് എൻജിൻസും ഭയങ്കര പവർഫുള്ളായിട്ടുള്ള എൻജിൻസാണ്. ക്രയോജനിക് എൻജിനെ പറ്റി നമ്മൾ ചെയ്തില്ലേ? അങ്ങനെ ഒരു റോക്കറ്റും ക്രയോജനിക് എൻജിനും ഉണ്ടാക്കാൻ സോവിയറ്റ് യൂണിയന് സാധിച്ചില്ല. ഫെയിലായി. അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചു. N1 എന്ന് പറഞ്ഞ റോക്കറ്റൊക്കെ അവർ ഉണ്ടാക്കി. പക്ഷേ അത് ഫെയിലായിപ്പോയി. രണ്ട് ലോഞ്ച് നടത്തി. ആ 2 ലോഞ്ചും സക്സസ് ആയില്ല. അത് ക്രയോജനിക് ഇല്ലാതെ ആ ക്രയോജനിക് എൻജിന് പകരം കൂടുതൽ സെമി ക്രയോജനിക് എൻജിനുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സെമി ക്രയോജനിക് എൻജിനുകളുടെ ആശാന്മാരാണ് സോവിയറ്റ് യൂണിയൻ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അത് മാനേജ് ചെയ്ത് ഒരു വലിയ റോക്കറ്റ് ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. റോക്കറ്റ് ഉണ്ടാക്കി ലോഞ്ച് ചെയ്തു. പക്ഷേ ആ സാധനം പൊട്ടിത്തെറിച്ചു പോയി. ബൈ ദ ടൈം അമേരിക്ക അവിടെ എത്തുകയും ചെയ്തു. അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ തോറ്റു. അവർ പിന്നെ പരിപാടി നിർത്തി. അമേരിക്കയും പിന്നെ അത് നിർത്തി. അമേരിക്ക പക്ഷെ അപ്പോളോ 17 വരെ ആളെ അയച്ചു ചെയ്തു. അതിൽ അപ്പോളോ 13 ഒഴിച്ച്, അപ്പോളോ 13 അത് സക്സസ് ആയില്ല. മൂണിൻ്റെ അവിടെ ചെന്ന സമയത്ത്
അതിൻ്റെ ഉള്ളിലെ ഒരു ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ച് വലിയൊരു പ്രശ്നമായി. അപ്പോളോ 13 എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഉണ്ട്, ഗംഭീര സിനിമയത്, വലിയ സംഭവമാണ്. പക്ഷേ വളരെ ഗംഭീരമായിട്ട് നാസ അതെല്ലാം മാനേജ് ചെയ്ത് അവരെ തിരിച്ചിവിടെ കൊണ്ടുവന്നു. അവർക്ക് മൂണിൽ ഇറങ്ങാൻ സാധിച്ചില്ല. ആ അപ്പോളോ 13 ഒഴിച്ച് 11, 12, 14, 15, 16, 17 അങ്ങനെ 6 മിഷനിലായിട്ട് 12 പേരെ മൂണിൽ അയച്ചു. അവരിറങ്ങി. ഇപ്പം നമ്മൾ ആദ്യം കേൾക്കുന്ന ആകെ നീൽ ആംസ്ട്രോങ് കഴിഞ്ഞു, അല്ല, 12 പേര് മൂണിലിറങ്ങി. എല്ലാവരും അന്ന് അവരവിടെ ഒരുപാട് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് അവിടെ ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോളോ 17 അവരൊരു ഇലക്ട്രിക് ജീപ്പ് ഇവിടുന്ന് കൊണ്ടുപോയി മൂണിൽ കൂടെ അത് ഓടിച്ചു. അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്, അതിൽ കൂടെ ഓടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവരത് ആ പ്രോജക്റ്റ് അവസാനിപ്പിച്ചത്. കാര്യം അവരുടെ ഒബ്ജക്റ്റീവ് എത്തി. അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്? സോവിയറ്റ് യൂണിയനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതവർ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തു. പിന്നെ വേറെന്ന് പറഞ്ഞല്ലോ, അതിഭയങ്കര ചിലവാണ് ഇതിന്. അമേരിക്കയുടെ എക്കണോമി തന്നെ തകർന്നു പോയി ഈ ഒരൊറ്റ പ്രോജക്റ്റ് കാരണം. ഇനി അങ്ങോട്ട് പോകുമ്പോഴേ പാപ്പരായി പോകും. അങ്ങനെയാണ് അവരത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ അവരുടെ ഫോക്കസ് മുഴുവനും സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കുക, സ്പേസ് ലബോറട്ടറി ഉണ്ടാക്കുക, അങ്ങനെ അതിലേക്ക് മാറി. സോവിയറ്റ് യൂണിയൻ തോറ്റു പിന്മാറുകയും ചെയ്തു. ഇത്രയും പൈസ ഇറക്കാൻ പറ്റില്ല. ഇത്രയും വലിയ ശേഷിയുള്ള വേറെ രാജ്യങ്ങൾ അന്ന് ഇല്ല ലോകത്ത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും മാത്രമേ സ്പേസിലേക്ക് ആളെ വിട്ടിട്ടുള്ളായിരുന്നു. ചൈനയും അടുത്ത കാലത്താണ് വിട്ടത്. മറ്റൊരു രാജ്യത്തിനും അതിന് കഴിയില്ല. കാര്യം അത്രയും പൈസ വേണം. അതുമല്ല, ഇത് സ്പേസ് സയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫെയിലിയർ ചാൻസസ് ഉള്ളതാണത്. അങ്ങനെ കൊണ്ട് കളയാൻ പൈസയില്ല, ആർക്കുമില്ല അത്. ഇവർ പക്ഷേ അത് ചെയ്തു. അതാണ് അതിൻ്റെ കാരണം. പക്ഷെ ഇതിപ്പോൾ അവരൊരു 19 വർഷം മുന്നേ ഇപ്പം ഇത്രയും കാലം കഴിഞ്ഞിട്ടും എന്താ അതിനു വേണ്ടി ശ്രമിക്കാത്ത? അല്ല, ഇപ്പം ശ്രമിക്കുന്നുണ്ട്. ആർട്ടമിസ് എന്ന് പറയുന്ന പുതിയ ശ്രമിക്കുന്നുണ്ട്. അതാ പറഞ്ഞ കാര്യം. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ആ ഒരു മത്സരത്തിൽ ജയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. വേറെ ചന്ദ്രനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക, അതിൻ്റെ അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റീവ് അതിൻ്റെ അകത്തില്ലായിരുന്നു. ഇപ്പം അവർ ബുദ്ധിമുട്ടുകയാണ് പോകാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അത് വളരുന്നത്. ജനറേഷൻസ് ഒന്ന് അതിൻ്റെ അടുത്തുനിന്ന് വരുന്ന അതിനൊരു എവല്യൂഷനുണ്ട്. ഈ മൂൺ എക്സ്പ്ലോറേഷൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു എവല്യൂഷൻ ഉണ്ടായിട്ടില്ല. എന്താ പറഞ്ഞാൽ ആദ്യത്തെ ഈ പറഞ്ഞ പോലെ 65 മുതൽ 73 വരെയാണ് ഈ അപ്പോളോ പ്രോജക്റ്റ് നടക്കുന്നത്. അതൊരു ജനറേഷനിൽ അന്നത്തെ ഇത് വെച്ച് അത് കഴിഞ്ഞ് അവിടെ അത് നിർത്തി. പക്ഷേ ഇത്രയും കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ ടെക്നോളജി കാര്യങ്ങളെല്ലാം ഒരുപാട് മാറി. ഈ മൂൺ എക്സ്പ്ലോറേഷൻ എന്നുള്ള സാധനം മാത്രം മാറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. അതുകൊണ്ട് എന്ത് പറ്റി? 1-ാം ക്ലാസ്സിൽ നിന്ന് നേരെ 10-ാം ക്ലാസ്സിലേക്ക് എത്തിയാലുള്ള അവസ്ഥ എന്താ? അതേപോലെയുള്ള ഒരു കാര്യമാണ് ഈ ലൂണാർ എക്സ്പ്ലോറേഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അമേരിക്ക ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ചാലഞ്ച്. മനസ്സിലായി? അതേസമയം കൃത്യമായിട്ട് ഇങ്ങനെ റെഗുലറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനൊരു വളർച്ച, അങ്ങനൊരു എവല്യൂഷൻ ഇതിൻ്റെ അകത്തുണ്ടായില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ വേറൊരു കാര്യം മോളെ, ഈ ലോകത്തിനെ അങ്ങനൊന്നും കളിപ്പിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഇത് വെള്ളരിക്ക പട്ടണമൊന്നുമല്ല. അതും ആ കാലമെന്ന് പറയുന്നുണ്ടല്ലോ, ഈ പറഞ്ഞ ശീതയുദ്ധത്തിൻ്റെ കാലമാണ്, കോൾഡ് വാറിൻ്റെ കാലമാണ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇങ്ങനെ കടിച്ചു കീറാൻ നിൽക്കുകയാണ്. മറ്റവൻ എന്ത് ചെയ്യുന്നു എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലെങ്ങാനും ഒരു നാടകം നടത്തിയാൽ വെറുതെ ഇരിക്കുമോ മറ്റവർ? ഇനിയും ഈ സംശയം ചോദിക്കുന്നവരിൽ നല്ലൊരു ഭാഗം ആരാന്നറിയാമോ? ഈ വെറും രാഷ്ട്രീയമായ കാരണം, അതായത് അമേരിക്ക അവന്മാർ കള്ളന്മാരാണ്, അവന്മാർ പറ്റിക്കും, ഇങ്ങനെ വിചാരിക്കുന്നൊരു ഉണ്ട്. പിന്നെ ഇപ്പം നീ ചോദിച്ച പോലെ ജെനുവിനായിട്ട് ചോദിക്കുന്നവർ, ഇതൊക്കെ എങ്ങനെയാണ് നടക്കുക, അതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെ ചോദിക്കും. നമ്മൾ അത് മാത്രമേ മൈൻഡ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി വേറൊന്ന്, ഇങ്ങനെയുള്ള സംശയങ്ങൾ എപ്പോഴെങ്കിലും സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉയർന്നിട്ടുണ്ടോ? ഇല്ല. ഈവൻ സോവിയറ്റ് യൂണിയനിലെ ശാസ്ത്രജ്ഞന്മാർ പോലും അംഗീകരിച്ച കാര്യമാണ്. അമേരിക്കയുടെ കടുത്ത ശത്രുക്കൾ അത് അംഗീകരിച്ച കാര്യമാണ്. അവിടുന്ന് കൊണ്ടുവന്ന കല്ലും മണ്ണും ഒക്കെ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം അമേരിക്ക കൊടുത്തിട്ടുണ്ട്. നമുക്കും കിട്ടിയിട്ടുണ്ട്, സോവിയറ്റ് യൂണിയനും കൊടുത്തിട്ടുണ്ട്. കാര്യം ഇത് മനുഷ്യരാശിക്ക് അതായത്
മാൻകൈൻഡിനുണ്ടായ ഒരു വലിയ നേട്ടമാണിത്. ഈ നീൽ ആംസ്ട്രോങ് ആദ്യം അവിടെ ഇറങ്ങുമ്പം പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താണെന്ന് പറയുക, ആദ്യത്തെ കാലം കൊണ്ട് കുത്തുന്നതിന് മുമ്പ് എ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ ബട്ട് എ ബിഗ് ലീപ്പ് ഫോർ മാൻകൈൻഡ്. എന്നുവെച്ചാൽ നമ്മൾ ഒരു മനുഷ്യനൊരു സ്റ്റെപ്പ് മാത്രം, എന്നാൽ മനുഷ്യരാശിക്ക് ഇതൊരു കുതിച്ചുചാട്ടമാണ്. അതായത് ഈ തീയും വീലുമൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം മനുഷ്യൻ നേടിയ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് ചന്ദ്രനിൽ പോയത് അമേരിക്കക്കാരനാണ്, അവൻ്റെ കൊടിയാണ് അവിടെ നാട്ടിയത്. അതൊക്കെ വിട്, മാൻകൈൻഡ്, നമുക്ക് ഒരു മനുഷ്യൻ നേടിയ ഏറ്റവും വലിയ ഒരു നേട്ടം തന്നെയാണത്. മനസ്സിലായോ? എല്ലാം ക്ലിയറായോ? ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സംശയങ്ങളും നല്ലൊരു പരിധി വരെ തീർന്നു കാണും എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നോക്കിയിട്ട് എനിക്കറിയാവുന്നവയാണെങ്കിൽ സൗകര്യം പോലെ ഞാൻ മറുപടി പറയുന്നതാണ്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.